രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിലെ ഭിന്നതയെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. ബില്ല് പരിശോധിക്കുന്നതിനായുള്ള സംയുക്ത സമിതിയെ രൂപീകരിക്കുന്ന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. ശൈത്യകാല സമ്മേളനം ഡിസംബർ 20-ന് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം മറികടന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. മനു ഭരത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. മനു, ഗുഡ് മോർണിംഗ്. ഇന്നലെ ബില്ല് ലോക്സഭയിലേക്ക് എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ എതിർപ്പ് നമ്മൾ കണ്ടതാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും മനു? സ്വാഭാവികമായും അതിൻ്റെ അലയൊലികൾ ഇന്നും തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർലമെന്റിനകത്തും പുറത്തും ബില്ലിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 4 ദിവസം വളരെ ചൂടേറിയ ചർച്ചകൾക്കാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. 2 ദിവസം ലോക്സഭയിൽ ഭരണഘടനയുടെ 75 വർഷത്തെ മഹത്തായ യാത്രയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആദ്യം ലോക്സഭയിൽ നടന്നു, പിന്നീട് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടന്നു. ഇന്നലെ അതിന് ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മറുപടി പറയുകയും ചെയ്തു. സ്വാഭാവികമായി അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും പുകയുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം തൻ്റെ മറുപടി പ്രസംഗത്തിൽ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസ് അനാവശ്യമായി അംബേദ്കറുടെ പേര് ഉപയോഗിക്കുന്നു. അംബേദ്കർ 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 എന്ന് ഇങ്ങനെ കോൺഗ്രസ് പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടിയേനെ എന്ന അമിത്ഷായുടെ പ്രതികരണം വലിയ തോതിൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ട്വീറ്റുമായി രംഗത്തെത്തി. അംബേദ്കറെ അധിക്ഷേപിക്കുന്നത് മനുസ്മൃതിയെ പിന്താങ്ങുന്ന BJPയുടെ നിലപാടിനെയാണ് കാണിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഇത് ഇന്നും പാർലമെന്റിൽ ഉയരും എന്നാണ് കണക്കാക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം, ഇന്നലെ തൻ്റെ മറുപടി പ്രസംഗത്തിനിടയിൽ പൊതു വ്യക്തി നിയമം അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് എന്ന UCC എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാനുള്ള നീക്കം ഉണ്ടാകും എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വരും എന്ന സൂചന അമിത്ഷാ നൽകുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഈ വിഷയവും വലിയ തർക്കത്തിന് ഇട നൽകും. BJP പാർലമെന്റിനെയും അതുപോലെ ജനപ്രതിനിധി സഭയെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയുടെ ബാഗ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു. ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ബാഗ് 2 ദിവസം വളരെ ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ബാഗ് എന്തെങ്കിലും ഇന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമായി എത്തുമോ എന്നതാണ്. പാർലമെന്റിന്റെ ഒരു പുതിയ പ്രതിഷേധ രീതിയായി ബാഗ് കൂടി മാറുകയാണ്. നേരത്തെ കറുത്ത ബാഗായി കോൺഗ്രസ് വരുന്ന ഒരു സാഹചര്യം പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലസ്തീൻ അനുകൂലമായും അതുപോലെ ബംഗ്ലാദേശിന് അനുകൂലമായും ഒക്കെയുള്ള ബാഗുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ വിഷയങ്ങൾ കൂടി ഇന്ന് പാർലമെന്റിൽ ശ്രദ്ധ ആകർഷിക്കും. ഏതായാലും ഈ സംയുക്ത പാർലമെന്ററി സമിതിയെ രൂപീകരിക്കുന്ന കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ ശൈത്യകാല സമ്മേളനം 20-ാം തീയതി അവസാനിക്കും. അതിനു മുൻപ് ഈ ഒരു സമിതിയെ രൂപീകരിക്കുകയും ഈ സമിതിക്ക് ഈ ബില്ല് 2 ബില്ലുകളും അല്ലെങ്കിൽ ഇതിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഈ പ്രത്യേക JPC സമിതിക്ക് നൽകുന്നതിന് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാവുകയും വേണം. അതിനുള്ള നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാകും എന്നാണ് കരുതുന്നത്. സഭയുടെ അംഗബലം അനുസരിച്ചായിരിക്കും സമിതി രൂപീകരിക്കുക.